വല്ലപ്പോഴും കൂടി ഒന്ന് സംഭവിക്കുന്ന ഒരു കാര്യം കേട്ടോ അതായി കാണുന്ന നല്ല ഫ്രഷ് ആയിട്ട് ജീവനുള്ള പെടക്കണ മീൻ ഇങ്ങനെ കയ്യിൽ എത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഞാൻ സാധാരണ കാണുന്നത് മുഹമ്മയിൽ പോകുമ്പോഴാണ്. അവിടെ ഇതുപോലെ കായൽ സൈഡാണല്ലോ, അപ്പം മീനൊക്കെ എപ്പോഴും കിട്ടുന്നത് ഇങ്ങനെ ജീവനോടെ തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, കിട്ടിയ പാടെ ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ച് അതിൻ്റെ ടേസ്റ്റ് കളയണ്ടെന്ന് ഓർത്തിട്ട് ഞാനും അമ്മയും കൂടി അതങ്ങനെ വെട്ടാനിരുന്നിട്ടാ. എന്നെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടില്ല നമുക്ക് മനസ്സിലായി. അത്രയ്ക്ക് ഉണ്ടായിരുന്നു മീൻ. കുറച്ച് 1-2 മീനൊന്നും അല്ലായിരുന്നു, കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ എനിക്ക് മുള്ളൊക്കെ വെട്ടി തന്നിട്ട് ഞാനത് ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പാടേ ഉണ്ടാവുള്ളൂ നമുക്ക് തേച്ചൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ തേച്ചൊക്കെ എടുക്കുമ്പോൾ കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതാ മീനൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ചൊന്ന് കല്ലിലിട്ടൊക്കെ തേച്ച് അഴുക്കൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണേ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മീനായത് കൊണ്ടിട്ട് ഒന്നല്ല 1-2 മീനുകളൊക്കെ ഇതുപോലെ അത്യാവശ്യം വലിയ മീനുകളായിരുന്നേ. അപ്പോൾ അതൊന്നും നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ച് വെട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചിട്ട് പതുക്കെ ഓരോ സൈഡ് ഇങ്ങനെ ചെത്തി അതിൻ്റെ തലഭാഗമൊക്കെ ചെത്തി എടുക്കുകയാണേ. എനിക്കിങ്ങനെ പിടിച്ച് വെട്ടാനായിട്ട് പറ്റുന്നുണ്ടായില്ല, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു ഞാൻ പിടിച്ചിട്ട്. വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ വെട്ടുകയും എടുക്കുകയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഇത്രയും വലിയ മീനുകളൊന്നും അങ്ങനെ വെട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് പീസാക്കി മേടിക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് എന്തായാലും വേറെ വഴിയൊന്നും ഇല്ലല്ലോ, വെട്ടിയല്ലേ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് പതുക്കെ പതുക്കെ അത് ചെയ്ത് അങ്ങോട്ട് മാറ്റാണേ. ഞാനിത് വളരെ സൂക്ഷിച്ചാട്ടോ ഓരോന്ന് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എങ്ങാനും കത്തിയൊക്കെ തെറ്റിപ്പോയി നമ്മുടെ കൈ ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ ഇഴുക്കൽ പിടിച്ച് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വഴുക്കി പോണ പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കത്തി മാറി കയ്യിലൊക്കെ മുറിവുണ്ടായാലോ എന്നൊക്കെ പേടിച്ച് പതുക്കെ പതുക്കെ ആയിട്ടോ എടുക്കുന്നത്. നമ്മൾ ഇവിടെയൊക്കെ കടയിൽ ചെന്ന് ഇങ്ങനെ മീനൊക്കെ വാങ്ങാൻ ചെന്നാൽ ഇത് പീസാക്കിയല്ലേ തരാം. ഇത്രയും വലിയ മീനൊന്നും നമുക്ക് വെട്ടിയെടുക്കാൻ അങ്ങനെയായിട്ട് പറ്റൂല. കൊണ്ടുവന്നാലും അങ്ങനെ പീസാക്കി തന്നെയാണ് മേടിക്കാറേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പീസാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് തന്നെ വെട്ടിയെടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വെട്ടാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാ. പക്ഷെ കുറച്ചങ്ങടെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതത്ര ചെറിയൊരു കാര്യമല്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായി. എന്നാലും ഇറങ്ങി തിരിച്ചല്ലേ, അങ്ങോട്ട് അറ്റം കണ്ട് തന്നെ മടങ്ങാമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഇതിൽ ഏറ്റവും വലിയ മീനുകൾ എടുത്തിട്ട് കഷ്ണങ്ങളാക്കി അത് കറിക്കെടുക്കാനും ബാക്കിയുള്ള മീനുകൾ വറുക്കാനും എടുക്കാനുമായിട്ടെന്ന രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ മുറിച്ചെടുത്തിട്ട് വറുക്കാനുള്ളത് വരഞ്ഞും മാറ്റി വെച്ചിട്ട് പിന്നെ കുറേ കൂടി നേരം ഞാൻ കഴുകി എടുത്തിട്ടാണ്. ഈ ബ്ലഡ് ഉള്ളതുകൊണ്ടിട്ട് പിന്നെയും കഴുകി അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റിയെടുക്കണമല്ലോ. അങ്ങനെ എല്ലാം കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ട് ഇനി കറികൾ വെക്കാനായിട്ട് തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ കറികൾ വെക്കുന്ന വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.